ലൈവ് ദോശ കൊടുക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. നമ്മൾ എന്നും കേരളത്തിൽ എങ്ങും കാണാത്ത ഒരു ഐറ്റമാണ് ഇവിടെ ചെയ്യുന്നത്. വരുന്ന സന്ദർശകർക്ക് ഭക്തർക്കും ഒക്കെ നേരിട്ട് കാണാൻ ഇവിടുന്ന് ചുടുന്ന ദോശകൾ അപ്പോഴപ്പോഴും നിൽക്കുന്ന ക്യൂവിലേക്ക് മാറുവാണ്. അപ്പോൾ നമുക്ക് പറയാമല്ലോ, ടോക്കൺ കൊടുക്കുന്ന കണക്കാണ്. ടോക്കൺ നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെ ദോശ കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് പരിപാടികൾ തിരുവാതിര ഉൾപ്പെടെയുള്ള 13 വ്യത്യസ്തമാർന്നിട്ടുള്ള ചുവടുകളുമായിട്ടാണ് ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ നമ്മുടെ കലാകാരികൾ നമ്മുടെ തിരുമുമ്പിൽ ഈ പരിപാടി അവതരിപ്പിക്കുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പരിപാടി കണ്ടാസ്വദിക്കുവാനായിട്ട് എല്ലാ കലാപ്രേമികളെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സദസ്സം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ലൈവ് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമ്മുടെ പാലത്തറ ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി ക്ഷേത്രത്തിൽ കാണുന്ന കാഴ്ചകളാണ്. പാലത്തറ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ലൈവ് ദോശകള് പാചകങ്ങൾ. പക്ഷേ നമുക്ക് വ്യത്യസ്തമായ ഉഴുന്നുവട, ദോശ, ചൂട് ദോശ, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വ്യത്യസ്തമായ ഒരു ക്ഷേത്രങ്ങളിലും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഐറ്റം വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ. സ്പോൺസർ പാലത്തറ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ കാണുന്ന കാഴ്ച എന്തായാലും എന്താണ് അങ്ങനെ തോന്നാൻ? ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച ഒരു ക്ഷേത്രത്തിലും ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പാലത്തറ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഉത്സവ ദിവസമായ വൈകുന്നേരം ഇങ്ങനെ ഒരു ലഘുഭക്ഷണ വിതരണമുണ്ട്. ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇതോടൊപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ ക്ഷേത്ര പ്രസിഡന്റ് നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റ് 4 ഭാഗത്തുനിന്നും വരുന്ന ഒരുപാട് ഭക്തജനങ്ങൾ ഞങ്ങളുടെ ക്ഷേത്ര ഭരണ സമിതിയുടെ ആയിട്ടുള്ള ഒരു അഭിനന്ദനങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞു. കാരണം കഴിഞ്ഞ 4 വർഷമായി, 5ാമത്തെ വർഷം വൈകുന്നേരം നമ്മളെ ലഘുഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം, അത് ഇവിടുത്തെ ഭക്തജനങ്ങൾ എല്ലാവരും നമ്മളോടൊപ്പം സഹകരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മട എടുത്തുണ്ട് ഇവരെയൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, വെറൈറ്റി കാഴ്ചകൾ തന്നെയാണ് പാലത്തറ ക്ഷേത്രത്തിൻ്റെ ഭക്ഷണ പ്രചരണം എന്ന് പറയുമ്പോൾ. ജനങ്ങളെ വളരെ ശ്രദ്ധ നേടുന്ന ക്ഷേത്രമാണ്. അവിടെ ഇന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. വർഷങ്ങൾക്ക് പല പല സമൂഹ സത്യങ്ങളും കേൾവി കേട്ട ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ. കൊല്ലം ജില്ലയിലെ പാലത്തറ ദുർഗാദേവി ഭഗവതി ക്ഷേത്രത്തിലെ നൽകിയിട്ടുള്ള ലഘുഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ ലൈവാണ് ദൃശ്യങ്ങളിൽ കാണുന്നവരെ നമ്മൾ കാത്തിരിക്കാൻ. ചൂട് ദോശ ജനങ്ങളെ അവിടുന്നാണ് വേണ്ടി നമ്മൾ കല്ലേലെടുക്കുകയാണ്. ആ കല്ലാണ് നമ്മൾ കാണുന്നത്. 4-5 പേരാണ് ഒരു കല്ല്. നമുക്ക് ഇവിടെ ഒരു സമയത്ത് 70 ദോശയോളം നമുക്ക് ഇവിടെ നിന്ന് നിർമ്മിക്കാൻ പറ്റും. 70 ദോശയോളം. അപ്പോൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ചൂട് കല്ലിൽ നിന്നും ദോശ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ ആ ദൃശ്യങ്ങൾ. ഓക്കെ, പ്രിയപ്പെട്ടവരെ, നമ്മളും ഇപ്പോൾ ഇതിനോടൊപ്പം ചേരുകയാണ്.
പ്രിയപ്പെട്ടവരെ, കൊല്ലം ജില്ലയിലെ പാലത്ര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ക്യാമറ ആഘോഷങ്ങളൊപ്പം കെ മേടിക്കന്റെ കൊല്ലത്തുനിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.